30 വർഷം മുമ്പ് ഞാനൊക്കെ 10ാം ക്ലാസ് പഠിച്ച് പാസ്സാവുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രമുഖ ജോലിയായിരുന്നു ടൈപ്പിസ്റ്റ് എന്നുള്ളത്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ എല്ലാവരും ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. ഒരു സാധാരണ രീതിയായിരുന്നു. ആ ടൈപ്പിസ്റ്റ് എന്നുള്ള ജോലി ഇപ്പം ഏകദേശം നാമാവശേഷമായി കഴിഞ്ഞു. പുതിയൊരു ടൈപ്പിസ്റ്റിന് ഒരു സ്ഥലത്തും വേണ്ട. പ്രൈവറ്റ് കമ്പനിയിൽ മാത്രമല്ല, ഗവൺമെൻറ് കമ്പനികളിൽ പോലും ടൈപ്പിസ്റ്റിന് ആവശ്യമില്ല. ടൈപ്പിസ്റ്റ് ആൻഡ് സ്റ്റെനോഗ്രാഫി എന്ന് പറയുന്നത് ഒരു അന്യം നിന്നുപോയ അല്ലെങ്കിൽ ഒരു നശിച്ചു പോയ വംശനാശം സംഭവിച്ച ഒരു ജോലിയാണ്. ഇനിയൊരു 30 വർഷം കഴിഞ്ഞാൽ എന്തൊക്കെ ജോലികൾ ഇങ്ങനെ വംശനാശം സംഭവിക്കും? ഞാൻ ഷാജി കൊഴുക്കുന്നൻ മട്ടന്നൂർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്ത 30 വർഷത്തിനുള്ളിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള 10 ജോലികളാണ്. ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാർക്ക് 30 വർഷത്തിന് ശേഷം ഈ ജോലികൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോഴേ അതിൽ വെറുതെ കൊണ്ടേ തലയിടാതെ ഇരിക്കാം. ഒന്നാമത്തെ ജോലി ഡ്രൈവർമാർ. ഇത് മിക്കവാറും നിങ്ങൾക്ക് അറിയുണ്ടാവും. ഡ്രൈവിംഗ് എന്നതൊരു ഓട്ടോമേറ്റഡ് സംവിധാനമായി ആവാൻ വളരെ വളരെ സാധ്യതയുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എലോൺ മസ്ക് പറയുന്നത് അടുത്ത 5 വർഷത്തിനുള്ളിൽ തന്നെ അത് സംഭവിക്കുന്നതാണ്. ടെസ്ല എന്ന കാറ് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് ഡ്രൈവർ ഇല്ലാതെ ഡ്രൈവർലെസ് ആയിട്ട് ഓടിക്കും. കാർ ഫുള്ളി ഓട്ടോമാറ്റിക് ആയാൽ പിന്നെ ഡ്രൈവറുടെ ആവശ്യമില്ല. ഇപ്പം തന്നെ പഴയതുപോലെ ഡ്രൈവർമാരുടെ സ്കില്ലൊന്നും ഇപ്പോൾ ആവശ്യമില്ല. എല്ലാവരും ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഓടിക്കുന്നത്. മുന്നേ ഡ്രൈവർക്കേ അറിയുള്ളായിരുന്നു ഏത് വഴി പോകണം, ഏതാണ് ഷോർട്ട് റൂട്ട് എന്നാണ്. ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല. വെറും ഗൂഗിൾ മാപ്പ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാപ്പ് നമ്മളോട് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും. ഡ്രൈവിംഗ് ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അതും ആവശ്യമുണ്ടാവില്ല. എന്നാൽ കാറുകൾക്ക് മാത്രമല്ല, വലിയ ബസ്സുകളായാലും ട്രക്കുകളായാലും റോഡിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇത് ബാധകമാവും. കൂടാതെ ഇപ്പോൾ ഫാക്ടറികളുടെ ഉള്ളിൽ കുറച്ച് ഡ്രൈവർമാരുണ്ട്. മറ്റേ ഫോർക്ക് ലിഫ്റ്റ് എന്നുള്ള കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ വേണ്ടിയിട്ട്, ഫാക്ടറിയുടെ ഷോപ്പ് ഫ്ലോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഡ്രൈവർമാരുണ്ട്. അവരുടെ ആവശ്യം വരില്ല. അതിപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയി കഴിഞ്ഞു. എല്ലാം വയർലെസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈവർമാരായിരിക്കും ഏറ്റവും ആദ്യം ജോലി നഷ്ടപ്പെടാൻ പോകുന്ന വർഗ്ഗം. രണ്ടാമത്തത് പ്രിൻറ്റേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ്. ഇപ്പം തന്നെ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. മാഗസിനുകളും ന്യൂസ് പേപ്പറുകളും നമ്മൾ വളരെ കുറച്ചേ വായിക്കുന്നുള്ളൂ. നമ്മൾ ന്യൂസ് കാണുന്നത് മിക്കവാറും ഒന്നുകിൽ ടി വിയിലായിരിക്കും, അല്ലെങ്കിൽ ഓൺലൈനിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ വാട്സപ്പിൽ ആരെങ്കിലും അയച്ചു തരുമ്പോഴോ ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പിയും കുടിച്ച് ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലമൊക്കെ മലയാളിക്ക് മാത്രമല്ല പൊതുവെ എല്ലാവർക്കും വളരെ വളരെ കുറഞ്ഞു വരും. ഇനിയിപ്പം ന്യൂസ് പേപ്പർ വെറുതെ കൊടുത്താൽ പോലും ചിലപ്പോൾ ആൾക്കാർ വാങ്ങാൻ സാധ്യതയില്ല. എനിക്കറിയുന്ന ഒരുപാട് പേര് ന്യൂസ് പേപ്പർ വാങ്ങുന്നത് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുന്നത് നിർത്തിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ 30 വർഷമൊന്നും വേണ്ട, അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ തന്നെ ന്യൂസ് പേപ്പർ എന്നൊരു സാധനം തന്നെ അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ. മൂന്നാമത്തെ കാര്യം കാഷ്യർമാർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് ആദ്യം ബാങ്കിലെ കാഷ്യർമാരാണ്. അവരുടെ ജോലി ഇപ്പം തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇപ്പം തന്നെ നമ്മൾ ATM ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വളരെ അപൂർവമായിട്ടേ അവിടെ പോവേണ്ടി വരുന്നുള്ളൂ. അവിടെ പോവേണ്ടി വരുന്നത് തന്നെ ഈ ATM ഒരു ലിമിറ്റ് വെച്ചതുകൊണ്ടാണ്. ATM ലിമിറ്റൊന്നും വെച്ചിട്ടില്ല, നമുക്ക് എപ്പോഴായാലും എടുക്കാനും കൊടുക്കാനും ബുദ്ധിമുട്ടില്ല. അതുപോലെ കുറച്ചുകൂടെ ഓൺലൈൻ സേവനങ്ങൾ കുറച്ചുകൂടെ, ഇപ്പോൾ നമ്മൾ ലോൺ സാങ്ഷൻ ആയതിനു ശേഷം പോയിട്ട് ATM കാശ് എടുക്കാം എന്നുള്ള ഒരു രീതി ഉണ്ടെങ്കിൽ ബാങ്കിൽ പോകേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ ബാങ്കിലെ കാഷ്യർമാർ നാമാവശേഷമാവും, വംശനാശം സംഭവിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുകൂടാതെ മറ്റ് സ്ഥാപനങ്ങളിൽ, ഇപ്പോൾ KSEBയിൽ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയിൽ, വില്ലേജ് ഓഫീസിൽ, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ക്യാഷ് എടുക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഓട്ടോമേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ഉപയോഗിച്ചിട്ട് ആ പൈസ അടക്കാം. അപ്പോൾ അങ്ങനെ ഒരാളുടെ ആവശ്യമേ വരുന്നില്ല. കാഷ്യർ എന്നുള്ള ഒരു തസ്തികയെ ഇല്ലാതാവും. ഇനി നമ്മൾ സാധാരണ മറ്റൊരു കാഷ്യറെ കാണുന്നത് വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലാണ്. അവിടെയും ഇനി ആവശ്യം വരില്ല. ആമസോൺ പോലെയുള്ള സ്ഥാപനങ്ങൾ അവരുടെ റിയൽ ഷോപ്പുകൾ തുറന്നിട്ടുണ്ട്. അവിടെയൊന്നും നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ കാർഡ് സ്കാൻ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പം നിങ്ങളുടെ ID അല്ലെങ്കിൽ കാർഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴേക്കും എന്തൊക്കെ സാധനങ്ങൾ എടുത്തിട്ടാണ് പുറത്തിറങ്ങുന്നത് അത്രയും പൈസ നേരെ ഡിഡക്റ്റ് ചെയ്യും. നമ്മൾ കാറുകൾക്ക് ഇപ്പോൾ അത് ടോൾ ബൂത്തുകളിൽ നമ്മളെ പൈസ അങ്ങനെയാണല്ലോ ഡിഡക്റ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഈ ആമസോണിൻ്റെയൊക്കെ ഷോപ്പിൽ കയറുമ്പോഴും പോകുന്നുണ്ട്. അപ്പോൾ അവിടെയും കാഷ്യർമാരുടെ ആവശ്യമില്ല. ക്യാഷ് എണ്ണുക എന്നുള്ള സ്കില്ലൊക്കെ ഒരു അന്യം നിന്ന് പോകുന്ന കലാരൂപമായി മാറും. നാലാമത്തെ കാര്യം ട്രാവൽ ഏജൻറ്റുമാർ. ഒരു കാലത്ത് നമ്മൾ മലയാളികൾക്ക് ഗൾഫിലേക്കോ മറ്റെവിടത്തേക്കോ പോകാൻ വേണ്ടി നമ്മൾ വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു ട്രാവൽ ഏജൻറ്റുമാർ. അവർ നമ്മളെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കാറുമുണ്ട്. അവരാണ് നമ്മൾ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, എവിടെയെങ്കിലും പോകണമെങ്കിൽ ഹോട്ടൽ ടിക്കറ്റ് അവരാണ് ബുക്ക് ചെയ്തിരുന്നത്. അവരും നാമാവശേഷമാകാൻ പോവുകയാണ്. അടുത്തൊരു 5-10 വർഷത്തിനുള്ളിൽ തന്നെ അവരെ കാണാനേ ഉണ്ടാവില്ല. ഇപ്പോഴും നമ്മൾ സാധാരണക്കാർ പോലും ഇപ്പോൾ ചെയ്യുന്നത് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനോ ഉണ്ടെങ്കിൽ മേക്ക് മൈ ട്രിപ്പ് പോലെയുള്ള സാധനങ്ങൾ. ഇനി ഹോട്ടൽ ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഓയോ പോലെയുള്ള
കാര്യങ്ങൾ. ഇനി ഇൻ്റർനാഷണൽ ആണെങ്കിൽ Booking.com, Airbnb ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വെബ്സൈറ്റുകളെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഇപ്പം ബുക്കിംഗ് ഒക്കെ നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനി ഒരു ട്രാവൽ ഏജൻറ്റ് എന്നുള്ള ഒരാളുടെ ആവശ്യമേ ഇല്ല. മിക്കവാറും ഹോട്ടലുകളും എയർലൈനുകളും ഡയറക്റ്റായിട്ട് ബുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമുക്ക് ഈ മേക്ക് മൈ ട്രിപ്പോ അല്ലെങ്കിൽ ഓയോ പോലെയുള്ള ഇൻ്റർമീഡിയറിയുടെ ആവശ്യം പോലും വരുന്നത് വരില്ല. നമ്മളെല്ലാവരും ഡയറക്റ്റായിട്ട് ബുക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ ട്രാവൽ ഏജൻറ്റ് അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം എന്നുള്ള മേഖലയിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് വളരെ തുച്ഛമായ നമ്പറേ ഇനി ആവശ്യം വരുള്ളൂ. ആ ജോലികളും നാമാവശേഷം ആവാൻ തന്നെ വളരെ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ കാര്യം, വെയിറ്റർമാർ. ഇപ്പോൾ നമ്മുടെ ഹോട്ടലിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സർ എന്താണ് കഴിക്കാൻ എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് മെനു കാർഡുമായിട്ട് വരുന്ന വെയിറ്റർമാരെ നമ്മൾ കാണാറുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം ആ വെയിറ്റർമാർ ഓർഡർ എടുക്കുക എന്നുള്ള ഒരു പരിപാടി പൂർണ്ണമായിട്ട് നിർത്തിയിട്ടുണ്ട്. അതിന് പകരം ഒരു ടാബാണ് അവിടെയുള്ളത്. ആ ടാബിൽ അവിടെയുള്ള സാധനങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. നമ്മളത് പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് ചെയ്താൽ മൊത്തം എമൗണ്ട് വരും. നമ്മൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് കിച്ചണിലേക്ക് പോകും. കിച്ചണിൽ നിന്ന് സാധനം റെഡി ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർ അത് എടുത്തുകൊണ്ട് തരാൻ വേണ്ടിയിട്ട് ഒരു സപ്ലയർ ഉണ്ട്. ഒരു വെയിറ്റർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഓർഡർ എടുക്കാൻ ഒരാളിൽ എടുത്തുകൊണ്ട് തരാനുണ്ട്. ചില സ്ഥലത്ത് അത് ഇപ്പോൾ റോബോട്ടിനെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, ചില സ്ഥലത്ത് സെൽഫ് സർവീസായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഈ നമ്മളുടെ മുന്നിൽ വന്ന് ഭവ്യതയോടെ നിൽക്കുന്ന വെയിറ്റർമാരെ നമ്മൾ ഭാവിയിൽ ചിലപ്പോൾ കണ്ടെന്നേ വരില്ല. ഇപ്പോഴും നമ്മൾ ഹോട്ടൽ ആൻഡ് ടൂറിസം, ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ജോലി ചിലപ്പോൾ ഭാവിയിൽ ഉണ്ടായേക്കേ ഇല്ല. ആറാമത്തെ കാര്യം, ഡിഫൻസ് അല്ലെ എയർഫോഴ്സ് പൈലറ്റുമാർ, അതുപോലെ സോൾജിയർമാർ, ജവാന്മാർ, അവരുടെ ആവശ്യവും വളരെ വളരെ കുറഞ്ഞു വരും. കാരണം യുദ്ധം എന്ന് പറയുന്നത് പഴയ കാലത്തുള്ളതുപോലെ നേർക്ക് നേർ നിന്ന് വെടിയുതിർത്തുകൊണ്ടുള്ള യുദ്ധങ്ങളൊന്നും ഇപ്പോഴില്ല. ചെറിയ തോതിൽ അതിർത്തികളിലൊക്കെ ചില നുഴഞ്ഞുകയറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടെന്നല്ലാതെ ബാക്കിയുള്ള സമയത്തുള്ള ഒരു വൻകിട യുദ്ധങ്ങളൊന്നും ഇപ്പോഴില്ല. ഇനി അഥവാ അങ്ങനെ വൻകിട യുദ്ധങ്ങൾ ചെയ്യണമെങ്കിൽ ഇഷ്ടംപോലെ വഴികൾ ഇപ്പോഴുണ്ട്. ഒരു വഴി എന്ന് പറയുന്നത് ശരിക്കും നേർക്കുനേർ യുദ്ധം ചെയ്യണമെന്ന് തന്നെ വെച്ചാൽ വിമാനത്തിൽ പോയി ബോംബിടേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ ഡ്രോണുകൾ ആവശ്യമുണ്ട്. ഒരാളുടെ ആവശ്യമില്ല. ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് പറത്തിയിട്ട്, ശക്തമായ ഡ്രോണുകൾ ഇപ്പം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും രാജ്യത്തേക്ക് നിങ്ങൾക്ക് അയക്കുകയും അവിടെ നിങ്ങൾക്ക് ബോംബിടുകയും ചെയ്യാം. രണ്ടാമത്, ആ രാജ്യത്ത് പോകേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളുടെ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ട് ആ രാജ്യത്തിലെ ഏറ്റവും വലിയ ഇൻസ്റ്റലേഷൻ, ഇപ്പോൾ ഒരു ജലവൈദ്യുത പദ്ധതി ആയിക്കോട്ടെ, ന്യൂക്ലിയർ പ്ലാന്റ് ആയിക്കോട്ടെ, അതിനെ തകർക്കാൻ വളരെ വളരെ എളുപ്പമാണിപ്പോൾ. അതെങ്ങനെ തകർക്കാമെന്നുള്ളതിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. എങ്ങനെയാണ് ഇറാനിലുള്ള ഒരു ന്യൂക്ലിയർ പ്ലാന്റ് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നതെന്ന്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എളുപ്പമാണെന്ന്. അതായത് ഒരു രാജ്യത്ത് പോയി ആക്രമിച്ച് കീഴടക്കേണ്ട ആവശ്യമില്ല. അവിടെ തന്നെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെ തന്നെ കൊല്ലാൻ പറ്റും. അപ്പോൾ അതും വളരെ വളരെ കുറഞ്ഞു വരും. ജവാന്മാർ അല്ലെങ്കിൽ സോൾജിയേഴ്സിൻ്റെ ആവശ്യം വരില്ല. പ്രത്യേകിച്ചും ഈ പൈലറ്റുമാരുടെ ആവശ്യം വരില്ല. വെറുതെ നമ്മൾ ഒരാളുടെ ജീവൻ കരുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഡ്രോൺ ഉപയോഗിച്ചിട്ട് ആ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ. ഏഴാമത്തെ കാര്യം, ടെലിമാർക്കറ്റേഴ്സ്. നമുക്ക് സ്ഥിരമായിട്ട് കോളുകൾ കിട്ടുന്നതാണ്, ക്രെഡിറ്റ് കാർഡ് വേണോ, പേഴ്സണൽ ലോൺ വേണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കാര്യം പൂർണ്ണമായിട്ടും നിൽക്കാൻ പോവുകയാണ്. കാരണം എന്താണ്, നമ്മളെക്കുറിച്ചുള്ള മുഴുവൻ ഡാറ്റയും ഫേസ്ബുക്കിൻ്റെയും ഗൂഗിളിൻ്റെയൊക്കെ കയ്യിലുണ്ട്. അവരത് ആ ബിഗ് ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ഓരോ പർട്ടിക്കുലർ ആവശ്യമുള്ള ആൾക്ക് പറ്റിയ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം വരില്ല. അവർ നിങ്ങൾക്ക് ലിങ്കുകളായിട്ടും പോപ്പപ്പ് ആഡുകളായിട്ടും നിങ്ങളുടെ ഡിവൈസിൽ തന്നെ ഓരോ മെസ്സേജുകൾ വരും. അപ്പോൾ നിങ്ങൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അറിഞ്ഞോ അറിയാതെയോ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ സർവീസ് എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ആൾക്കാരെ വെക്കുകയും അവർ നിങ്ങളെ വിളിക്കുകയും കോളെടുത്ത് നിങ്ങൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല. ടെലിമാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ ടെലികോളേഴ്സ് എന്നുള്ള ജോലി നാമാവശേഷമാവും. മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഫാക്ടറിയിലുള്ള വർക്കേഴ്സ്. ഈ ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ തുടങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നിരുന്ന ഒരു മേഖലയായിരുന്നു ഈ ഫാക്ടറികളിൽ ഒരുപാട് ആൾ ജോലി ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 10-25 വർഷം മുന്നേ ബോംബെയിലെ കുർളയിൽ പ്രീമിയർ പത്മിനി എന്ന് പറഞ്ഞ പഴയ കാറ് നിർമ്മിക്കുന്ന ഒരു പ്ലാന്റിൽ ചെന്ന് നോക്കിയിട്ട് ഒരുപാട് എംപ്ലോയീസ് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു ഹോണ്ടയുടെയോ അല്ലെങ്കിൽ മാരുതിയുടെയോ ഒരു ഷോപ്പ് ഫ്ലോർ ചെന്ന് കഴിഞ്ഞാൽ വളരെ വളരെ കുറച്ച് എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ. അത് ഇനിയും കുറയാൻ പോവുകയാണ്. സാധാരണ ഈ ഫാക്ടറി വർക്കേഴ്സ് കുറയുന്നതിന് പറ്റിയിട്ട് പറയുന്ന ഒരു തമാശയുണ്ട്. ഇനി ഭാവിയിലുള്ള ഫാക്ടറിയിൽ 2 പേരേ ഉണ്ടാവുള്ളൂ, ഒരു പട്ടിയും ഒരു മനുഷ്യനും. എന്തിനാണ് പട്ടി ഈ മനുഷ്യൻ ഈ മെഷീനൊന്നും പോയി തൊടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് മനുഷ്യൻ ഈ പട്ടിക്ക് തീറ്റ കൊടുക്കാൻ? ഇത്രയേ ഉണ്ടാവുള്ളൂ ഭാവിയിൽ എന്നാണ് പറയുന്നത്. അത് ശരിക്കും സത്യമാണ്. ഇപ്പോഴും തന്നെ ഒരുപാട് ഫാക്ടറികളിൽ സാധനങ്ങളൊക്കെ അടുക്കി വെക്കാനും കൊണ്ടുപോകാനും ഒക്കെ ചെയ്യുന്നത് ഒക്കെ റോബോട്ടുകളാണ്. അപ്പോൾ നമുക്ക് ആളുടെ ആവശ്യമേ ഉണ്ടാവില്ല. അപ്പോൾ ഫാക്ടറി വർക്കേഴ്സ് എന്നുള്ള ജോലിയും നാമാവശേഷമായി പോകും. 9ാമത്തത്, അക്കൗണ്ടൻസ് ആൻഡ് ടാക്സ് കൺസൾട്ടൻസ്. CA ആവുക, അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടൻ്റ് ആവുക, അക്കൗണ്ടൻ്റ് ആവുക എന്നുള്ളത്, ആ ജോലിയും ഏകദേശം പൂർണ്ണമായും നശിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ
ടാക്സ് കൺസൾട്ടൻറ്റിൽ അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന ജോലികളൊക്കെ ഒരു പ്രോഗ്രാമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ടാക്സ് കൺസൾട്ടൻറ്റിനും ഇവർക്കൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് അത് പ്രോഗ്രാം ആയിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് തന്നെ അതിൻ്റെ ചെറിയ കാര്യങ്ങൾ കാണാൻ പറ്റും. മുൻകാലത്ത് ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഫോമൊക്കെ ഫില്ല് ചെയ്ത്, അപ്പോൾ മിക്കവാറും ആൾക്കാർ ഒരു CA ആണ് ആശ്രയിക്കുക. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മളുടെ എത്ര ടാക്സ് അടച്ചു എന്നുള്ള ഡീറ്റെയിൽസ് പോലും നമ്മളുടെ ITയുടെ ഫോം ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ചൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യേണ്ടി വരില്ല. നമ്മൾ ഓരോ തവണ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ ഒക്കെ അത് ക്യാപ്ചർ ചെയ്യുകയും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി വരുള്ളൂ, ജസ്റ്റ് ഒന്ന് നോക്കുകയേ വേണ്ടിയുള്ളൂ. അതിനൊരു ടാക്സ് കൺസൾട്ടൻറ്റിയോ അക്കൗണ്ടൻറ്റിൻ്റെയോ ആവശ്യം ഉണ്ടാവില്ല. മിക്കവാറും എല്ലാ അക്കൗണ്ടിങ് പരിപാടികളും ഓട്ടോമേറ്റഡ് ആവുകയും ഇപ്പം തന്നെ ഓരോ കച്ചവട സ്ഥാപനങ്ങളൊക്കെ 3 മാസത്തിലൊരിക്കൽ ഈ GST റിട്ടേൺ ഫയൽ ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഓരോ പ്രാവശ്യം അവർ സെയിൽ നടത്തുമ്പോൾ തന്നെ ആ പൈസ ഓട്ടോമാറ്റിക്കായി ഡിഡക്റ്റ് ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് അതിനൊരു കണക്ക് കൂട്ടാനും ബില്ലടക്കാനും ഉള്ള പരിപാടികളൊന്നും ഇല്ലാത്ത രീതിയിൽ ഗവൺമെൻറ് തന്നെ ഒരു സംവിധാനം കൊണ്ടുവരും. ഇന്ത്യയിൽ ചിലപ്പോൾ അത് വരാൻ ചിലപ്പോൾ 5-10 വർഷം എടുത്തു വരും. പക്ഷേ എന്നാലും അതിൽ കൂടുതൽ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെയൊരു ജോലി അല്ലെങ്കിൽ ഇങ്ങനെയൊരു ജോലിക്കാരുടെ ആവശ്യമേ വരില്ല. 10ാമത്തെ കാര്യം, സിനിമാ നടന്മാർ, സിനിമാ നടികൾ, അവരുടെയും ആവശ്യം വരില്ല. അത് നമ്മൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാർട്ടൂൺ സിനിമകളാണ് ഇപ്പം വൻ ഹിറ്റാവുന്നത്. ഐസ് ഏജ് പോലെയുള്ള ഡിസ്നി ഇറക്കുന്ന ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അങ്ങനെയുള്ള ഹിറ്റായിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ നായകന്മാർ തന്നെ സിനിമയിൽ വേണം എന്നുള്ള സങ്കല്പം പാടെ മാറി. ഇങ്ങനെയുള്ള കാർട്ടൂൺ സിനിമകളൊക്കെ കുട്ടികൾ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുട്ടികൾ മാത്രമല്ല, വലിയവരും അത്തരം സിനിമകൾ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോഹൻലാലോ മമ്മൂട്ടിയോ മഞ്ജു വാര്യരോ നമുക്ക് ഭാവിയിൽ ആവശ്യമേ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അവരെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ 3D റെൻഡറിങ് എന്നുള്ള പരിപാടിയുണ്ട്. അവരുടെ രൂപം നമ്മളോട്ട് എടുക്കും, ബാക്കിയൊക്കെ ആനിമേഷൻ ഉപയോഗിച്ചിട്ട് അവരുടെ ആക്ഷൻ കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ? ഇവരിനി പ്രായമായാലും ഇവർ മരിച്ചു പോയാലും നമുക്ക് ഈ മോഹൻലാലിനെയും മമ്മൂട്ടിയെയൊക്കെ വെച്ചിട്ട് സിനിമ കാണാൻ പറ്റും. അവരെ കൊണ്ട് സ്റ്റണ്ടുകളും ഡാൻസുകളൊക്കെ ചെയ്യിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മമ്മൂട്ടിക്ക് ചിലപ്പോൾ ഡാൻസ് ചെയ്യാൻ പറ്റില്ലേ എങ്കിലും നമ്മൾ ആനിമേഷൻ ഉപയോഗിച്ചിട്ട് മമ്മൂട്ടിയെ കൊണ്ട് നന്നായിട്ട് ഡാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റിയെന്ന് വരും. ബോളിവുഡിൽ ഇതൊരു പരിധിവരെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 5-10 വർഷത്തിനുള്ളിൽ ഈ ഒരു ജോലിയും നാമാവശേഷമായി പോകും. 10 ജോലികളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രൈവർമാർ, പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിങ്ങുകാർ, കാഷ്യർമാർ, ട്രാവൽ ഏജൻറ്റുകൾ, വെയ്റ്റർമാർ, ഡിഫൻസ് പൈലറ്റുമാർ, ടെലിമാർക്കറ്റിംഗ് കോളേഴ്സ്, മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഫാക്ടറി വർക്കേഴ്സ്, അക്കൗണ്ടൻറ്റ് ആൻഡ് ടാക്സ് കൺസൾട്ടൻറ്റ്സ്, സിനിമാ നടന്മാർ. ഈ 10 അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ ജോലികൾ, നാമാവശേഷമാവുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ജോലികളുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഉപകാരപ്രദമായ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും ഞാൻ ഷാജി കൊഴുക്കുന്നവൻ മട്ടന്നൂർ സെയിങ് ബൈ ബൈ.